വേനൽ കടുത്തതോടെ ഏലപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഏലപ്പാറ ആറ് വറ്റിത്തുടങ്ങി. നിലവിൽ ആറിന്റെ ഏതാനും ചില ഭാഗങ്ങളിൽ കയങ്ങളിൽ മാത്രമാണ് വെള്ളമുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും മഴ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ ആറ് പൂർണ്ണമായും വറ്റും. ഇതോടെ ഈ ആറിനെ ആശ്രയിച്ചിരിക്കുന്ന കുടിവെള്ള പദ്ധതികളടക്കം പ്രതിസന്ധിയാവും. വേനലിന്റെ കാഠിന്യം ചൂണ്ടിക്കാട്ടിയാണ് ഏലപ്പാറ ആറ് വറ്റിത്തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ആറിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ കയങ്ങളിൽ മാത്രമാണ് വെള്ളമുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ ലഭിക്കാതായാൽ പൂർണ്ണമായും വറ്റും. ഇതോടെ ഈ ആറിനെ ആശ്രയിച്ച് കഴിയുന്ന കുടിവെള്ള പദ്ധതികളടക്കം പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കുടിവെള്ള പദ്ധതികൾക്ക് പുറമെ ഈ ആറ് കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഈ ആറ്റിലെ ജലമാണ് അലക്കുന്നതിനും കുളിക്കുന്നതിനുമായി ഉപയോഗിച്ചു പോരുന്നത്. ഇവരും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലടക്കം മാലിന്യ നിക്ഷേപം വ്യാപകമാണ്. ഇത് സാംക്രമിക രോഗ ഭീഷണി ഉണ്ടാകുന്നതിന് കാരണമാകുന്നതായും ആളുകൾ പറയുന്നു. പരിസര പ്രദേശത്തും ജലക്ഷാമം രൂക്ഷമായ സ്ഥിതിക്ക് ചിന്നാറ്, 3-ാം മൈൽ, ഏലപ്പാറ എന്നിവിടങ്ങളിൽ ജലക്ഷാമം അത്യന്തമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾക്ക് ആകെ ആശ്രയം എന്താണെന്ന് വെച്ചാൽ ഏലപ്പാറയിൽ പോകുന്ന ഈ റോഡായിരുന്നു. അതിലിപ്പോൾ അല്പം പോലും വെള്ളവുമില്ല, മാത്രമല്ല ആകെ മലിനമായിരിക്കുകയാണ്. ഏലപ്പാറ ടൗൺ ചുറ്റി കടന്നു പോകുന്ന ഈ ആറ് മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ്. മുൻ വർഷങ്ങളിൽ വേനൽമഴ ലഭിച്ചതുമൂലം ആറ്റിൽ ജലലഭ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വേനൽമഴ ലഭിക്കാൻ താമസിച്ചോടെയാണ് പൂർണ്ണമായും ആറ് വറ്റലിന്റെ വക്കിലെത്തിയത്. വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം നേരിടുന്ന മേഖല കൂടിയാണ് ഏലപ്പാറ. മേഖലയിലെ നിരവധി പേർ ഈ സമയം ആറിനെയാണ് ആശ്രയിച്ചു പോരുന്നതും. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.